ആദ്യം ഞാൻ ഇതുപോലെ ഈ ആയുർവേദ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞു പറഞ്ഞാൽ കേട്ടിരിക്കും. അവിടെ പോകാൻ എനിക്ക് മടി തോന്നി. ആയുർവേദമല്ലേ, പെട്ടെന്നൊന്നും ശരിയാകത്തില്ലായിരിക്കും എന്നുള്ളൊരു ധാരണ എനിക്ക് ഉണ്ടായിരുന്നതുകൊണ്ടാണ് ആയുർവേദത്തോട്ട് ഞാൻ പോകാതിരുന്നത്. ഇപ്പോൾ ഓർക്കുന്നത് മണ്ടത്തരമായിപ്പോയി. ആദ്യം തന്നെ അവിടെ വന്ന് ആയുർവേദം നോക്കേണ്ട, മറ്റു ഹോസ്പിറ്റലിലെല്ലാം പോയി പണി ഇത്രയും ചെയ്തും നമ്മുടെ സമയം ഇത്രയും കളയേണ്ട ആവശ്യമില്ലായിരുന്നു. തന്നെയല്ല പൈസ ഒരുപാടാവും ഓരോരുത്തർ ചെല്ലുമ്പോൾ. എൻ്റെ പേര് ജയ്മോൻ വർഗീസ്. പത്തനംതിട്ട ജില്ലയിൽ പുല്ലാട്ടുനിന്ന് വരുന്നു. ഞാൻ ഒരുപാട് കാലമായി കണ്ണ് കാണാൻ വയ്യാതെ, കണ്ണിൻ്റെ കാഴ്ചക്കുറവുകൊണ്ട് തമിഴ്നാട്ടിലും നമ്മുടെ പത്തനംതിട്ട ജില്ലയെ പല ഹോസ്പിറ്റലിൽ പേര് പറയുന്നില്ല, പല ഹോസ്പിറ്റലുകളിൽ പോയി. എനിക്ക് ഒരു പ്രയോജനമൊന്നും ഉണ്ടായിട്ട് എനിക്ക് തോന്നിയില്ല. ഇഞ്ചക്ഷനും ലേസറും ഞാൻ പല പ്രാവശ്യം ചെയ്തതാണ് കണ്ണിനകത്ത്. ഒന്നും എനിക്ക് അതുപോലെ മാറ്റങ്ങൾ ഉണ്ടായിട്ടില്ല. തിരുവല്ല സുദർശനയിലാണ് വന്നിട്ട് ഇവിടെ ഒരു 8 ദിവസത്തെ ചികിത്സ ചെയ്തു. ഒരുപാട് മാറ്റം ഉണ്ടായി എനിക്ക്. കഴിഞ്ഞ പ്രാവശ്യം ന്യൂസ് പേപ്പറിൽ കണ്ടിട്ടാണ് ഈ ഹോസ്പിറ്റലിനെ പറ്റി മനസ്സിലാക്കുന്നത്. ഞാനിവിടെ വരുന്ന ടൈമിൽ എനിക്ക് 2 ലൈനിൽ കൂടുതൽ കാണത്തില്ലായിരുന്നു. മറ്റൊന്നും വായിക്കത്തില്ല, എന്തുകൊണ്ടെന്ന് അറിയത്തേ ഉള്ളൂ. എന്നാൽ ഇപ്പം എനിക്കൊരു 4 ലൈനുകളും വായിക്കാൻ പറ്റുന്നുണ്ട് 2 കണ്ണിൽ. ഇപ്പം എനിക്ക് ഒരു മരിപ്പെട്ടൊക്കെ കാണാനും ചെറിയ ലെറ്ററുകളൊക്കെ വായിക്കാനും ഒക്കുന്നുണ്ട്. ശകലം സ്ട്രെയിൻ എടുക്കണമെന്നേ ഉള്ളൂ ഇപ്പോഴേ. പിന്നെ അത് മാറിക്കിട്ടുമെന്ന് പ്രതീക്ഷിക്കും. ഇവിടുത്തെ പെരുമാറ്റം എല്ലാം വളരെ നീറ്റാണ്, ടൈഡിയാണ്. ഇവിടെ എല്ലാം ആൾക്കാരുടെ എല്ലാ ഇടപാടെല്ലാം വളരെ ഡീസൻ്റാണ്. ഫുഡും അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ കഴിയുന്ന രീതിയിൽ തന്നെ നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ചെയ്യാം. വേറൊരു സ്ഥലമാണെന്ന് നമുക്ക് തോന്നത്തില്ല. ആ രീതിയിലാണ് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ഓടുന്നത്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. എൻ്റെ ബന്ധത്തിൽപ്പെട്ട ആരെങ്കിലും ഉണ്ട് അവരെ ഞാൻ ഇങ്ങോട്ട് പറഞ്ഞു വിടാൻ റെക്കമെൻഡ് ചെയ്യും. ഇവിടെ വന്നപ്പോഴാണ് ആ ഒരു മാറ്റം മനസ്സിലാക്കുന്നത്.